ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, എല്ലാവർക്കും ഒരു ഗ്ലാസ് പായസം എടുക്കട്ടെ? അത് മാന്യമായ കാര്യം. പായസം മോന്തിക്കൊണ്ട് കഥ കേൾക്കാം. മോന്താനെന്താ കള്ളാണോ പായസം? ഈ തള്ളയുടെ ഒരു കാര്യം. ഇതേ കഴിഞ്ഞു മതി പായസം. അതിനു മുമ്പ് ഒരു ചത്തു പണങ്ങി പോട്ട്. പായസം കുടിക്കാതെ ഇവര് ചത്തുപോയാ പിന്നെ ഇവര് പായസ പിശാചായിട്ട് അലഞ്ഞു തിരിഞ്ഞു കിടക്കും. രാജു, നീ പറയ്. ആദ്യം നടന്ന സംഭവങ്ങളുടെ ഒരു ചെറിയ വിവരണം ഞാൻ പറയാം. എന്റെ അമ്മേ, ഋതുവിന്റെ പെർഫോമൻസ് കണ്ടിട്ടേ ഞാൻ തന്നെ വണ്ടറടിച്ചു പോയി. ഇതൊരു പുലിയായിരുന്നേ, ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ആനന്ദപിള്ള എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി കീചകന. അവനോടൊക്കെ ഏറ്റുമുട്ടാനേ നിങ്ങളെ പോലുള്ളവർക്ക് പറ്റൂ. എന്നാലും എന്റെ മോളെ, മോക്ക് എവിടുന്ന് കിട്ടി ഇത്രയും ധൈര്യം? ഇതൊക്കെ പൈതൃകല്ലേടി. വർമ്മ സാറിന്റെ മോള് മാത്രമല്ല, ആരുടെ കൊച്ചുമോള് ഋതുമോള്. സാക്ഷാൽ മഹാദേവർമ്മ സാറല്ലേ മുത്തച്ഛൻ. എന്നാലും എന്റെ അച്ഛനും എന്റെ ഭർത്താവും കൂടെ ഉള്ളപ്പോ ഞാൻ ആരെ പേടിക്കാനാ? അത് ഡബിൾ കറക്റ്റ്. ദാറ്റ് ഈസ് ഫാക്ട്. ഇവരാരും മതാമേ ഒരു ഫാക്ടം ബോസ്. അങ്ങനെയൊന്നുമല്ല. ആരും ഇല്ലെങ്കിലും ഋതിക അയാളെ ഇതുപോലെ തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു. അല്ലെങ്കിലും വിശാഖം നാളുകാരിയല്ലേ കൃതിക മോള്. ഉണ്ണിയാർച്ചയുടെ നാളാ വിശാഖം. പിന്നെ ഉണ്ണിയാർച്ചയുടെ ജാതകം നിങ്ങളല്ലേ ഒരു ജോത്സ്യര് വന്നേക്കുന്നു. എനിക്കും കുറച്ച് ജോത്സ്യമൊക്കെ അറിയാടാ. പിതാവിനോടൊരു മകള് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് മോൾ ചെയ്തു. എന്തിനു പുത്രൻ, ഒരു പുത്രി ഉണ്ടായാലും മതി. അമ്മേ, എനിക്കൊരു ഡൗട്ട്. ദേ ഐശ്വന്റെ ഡൗട്ട് പറഞ്ഞു കൊടുക്കും മോളെ. എന്താ നിന്റെ സംശയം? ചോദിക്ക്. അമ്മാവനും ആന്റിക്കും കൂടി ജനിക്കാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? അതിന് സംശയം എന്താ? അത് പെൺകുട്ടി തന്നെ. അല്ലല്ല, ഒരാൺകുട്ടിയുടെ അച്ഛമ്മയാവാനാ എനിക്ക് ആഗ്രഹം. എനിക്ക് ആൺകുട്ടി മതി. ആൺകുട്ടിക്കാ ഭൂരിപക്ഷം.